പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് പരിശുദ്ധ പരമാധികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധമായ നിമിഷത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ നമുക്കൊരുങ്ങാം. വലിയ സ്നേഹത്തോടെ നമ്മുടെ മധ്യയായിരിക്കുന്ന ഈശോയെ കണ്ണുകൾ തുറന്ന് ആന്തരിക നേത്രങ്ങൾ തുറന്ന് നമുക്ക് ദർശിക്കാം. കർത്താവിത ഇന്ന നിമിഷത്തിൽ ഒരുപാട് കൃപകൾ കൊണ്ട് നിറയ്ക്കുവാൻ, അനുഗ്രഹങ്ങൾ കൊണ്ട് എൻ്റെ വ്യക്തി ജീവിതത്തെയും കുടുംബത്തെയും നിറയ്ക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ കൂടെ ആയിരിക്കുമ്പോൾ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് പരിശുദ്ധനായവനെ, പരിശുദ്ധ സിംഹാസനത്തിൽ വസിക്കുന്ന സ്വർഗീയ പിതാവിനെ നമുക്ക് ഹൃദയം തുറന്ന് പാടി ആരാധിക്കാം. സ്നേഹത്തോടെ നോക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ കുറവുകളിലേക്ക് കടന്നു വരുന്നവൻ, എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ പാപത്തിൻ്റെ അവസ്ഥകളും ഇപ്പോൾ കർത്താവ് തുടച്ചു മാറ്റി വലിയ സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുവാൻ ആഗ്രഹിച്ച് കൂടെ ആയിരിക്കുമ്പോൾ ഹൃദയം തുറന്ന് നമുക്ക് ആരാധിക്കാം. ഈശോയ്ക്ക് നമ്മുടെ ഹൃദയത്തിൻ്റെയും സ്നേഹവും നമുക്ക് ഈ നിമിഷങ്ങളിൽ അർപ്പിക്കാം. പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആട്ടിടയന്മാർ ആദ്യമായി കാലിത്തൊഴുത്തിലേക്ക് വന്ന് ഈശോയെ ആരാധിച്ചതുപോലെ പൂർണ്ണ ഹൃദയത്തോടെ എല്ലാം മറന്ന് സർവശക്തിയോടുകൂടെ നമുക്ക് ഈശോയെ ആരാധിക്കാം. മഹിമയിൻ പ്രഭുതാ
തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് തൻ്റെ കരുണയും അനുഗ്രഹങ്ങളും വർഷിക്കും. ജീവിതയാത്രയിൽ കരുണയും അനുഗ്രഹങ്ങളും കൊണ്ട് നിറച്ച നിമിഷങ്ങൾ എല്ലാറ്റിനെയും ഓർത്ത് ഈശോയ്ക്ക് നന്ദി പറയാം. ഒരുപാട് തവണ കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് അകന്നപ്പോൾ വീണ്ടും വീണ്ടും കരുണ വർഷിച്ച് വീണ്ടും വീണ്ടും സ്നേഹം നിറച്ചുകൊണ്ട് വഴി നടത്തിയ എല്ലാ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് ഹൃദയം തുറന്ന് ഈശോയെ ആരാധിക്കാം. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ആരാധിക്കാം. കർത്തന് തുല്യമായി മറ്റാരുമില്ല, ആശ്രയിക്കാൻ മറ്റാരുമില്ല. ഈ ദൈവസന്നിധിയിലല്ലാതെ മറ്റാരിലും ആശ്രയിക്കാനില്ല. കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ നമുക്ക് ഈ നിമിഷങ്ങളിൽ എല്ലാം മറന്ന് സർവശക്തിയോടുകൂടെ എല്ലാ അവസ്ഥകളും, ജീവിതത്തിൻ്റെ എല്ലാ കണ്ണുനീരുകളും, എല്ലാ നിലവിളികളും, സങ്കടങ്ങളും എല്ലാം ദൈവസന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ വിശ്വാസത്തോടെ സമർപ്പിച്ചുകൊണ്ട് വലിയ കൃപയും അനുഗ്രഹവും ഒഴുകുന്നത് വിശ്വാസത്തോടെ കണ്ട് തിരുമണിക്കൂറിൽ നമുക്ക് ഹൃദയം തുറന്ന് അതിരം തുറന്ന് മക്കൾക്കടുത്ത വലിയ സ്വാതന്ത്ര്യത്തോടു കൂടെ പിതാവായ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് തൻ്റെ കരുണയും അനുഗ്രഹവും വർഷിക്കും. വചനം ഇന്ന് ഈ മണിക്കൂറിൽ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. തെരഞ്ഞെടുക്കപ്പെട്ട മക്കളാണല്ലോ നമ്മൾ. ഇസ്രായേൽ ജനത്തിന് ദൈവം പ്രത്യേകം തെരഞ്ഞെടുത്തു. ഈ നാളുകളിൽ കർത്താവ് നമ്മെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ലോകം മുഴുവൻ
ഇറങ്ങി വചനം പ്രഘോഷിക്കുവാൻ, ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുവാൻ, മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാൻ കർത്താവ് എന്നെ തെരഞ്ഞെടുത്തപ്പോൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഇടപെടും. എൻ്റെ ജീവിതത്തിലേക്ക് അനുദിനം കരുണയും അനുഗ്രഹങ്ങളും വർഷിക്കുന്ന പൊന്നു തമ്പുരാനെ നിമിഷങ്ങളിൽ ഹൃദയം തുറന്ന് നമുക്ക് പാടി ആരാധിക്കാം. അനുഗ്രഹവും വർഷിക്കും. വിശുദ്ധരെ കാത്തു പരിപാലിക്കും. തൻ്റെ ഉള്ളം കൈയിൽ കാത്തു പരിപാലിക്കുകയും അനുദിനവും നമ്മുടെ ആഗ്രഹങ്ങളും നമ്മുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും എല്ലാം ഉപരിയായി എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അറിയുന്നതിന് മുമ്പ് തന്നെ ഞാൻ ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് കൃപയും അനുഗ്രഹവും അനുദിനം വർഷിക്കുന്നവനാണല്ലോ എൻ്റെ പൊന്നു കർത്താവ്. സ്നേഹത്തോടെ പിതാവായ ദൈവത്തെ ഹൃദയം തുറന്ന് ആരാധിക്കാം. തൻ്റെ ഉള്ളം കൈയിൽ കാത്തു പരിപാലിക്കുന്നവൻ. ഞാൻ നടക്കുകയാണെന്ന് ഓർക്കുമ്പോഴും ഈ ഭൂമിയിൽ നടക്കുമ്പോൾ കർത്താവിൻ്റെ ഉള്ളം കൈയിലാണ് ഞാൻ നടക്കുന്നത്. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും ഒക്കെ അവിടുത്തെ കരങ്ങളിലാണ് ഞാൻ എപ്പോഴും ആയിരിക്കുന്നതെങ്കിൽ ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ പക്ഷത്തെങ്കിൽ ഞാൻ ആരെ പേടിക്കണം? ഞാൻ ആരെ ഭയപ്പെടണം? വലിയ സ്നേഹത്തോടുകൂടെ എന്നെ പരിപാലിക്കുന്ന, കരങ്ങളിൽ താങ്ങുന്ന, സ്നേഹം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുന്ന ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി വലിയ സ്നേഹത്തോടെ ആത്മാർത്ഥമായി ഹൃദയം തുറന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് ഏറ്റു പറയാം, കർത്താവേ, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ ആശ്രയം, നീയാണ് എൻ്റെ കോട്ട. നമുക്ക് ഒരിക്കൽ കൂടി ഏറ്റു പറഞ്ഞ് ഈശോയെ, നീയാണ് എൻ്റെ ദൈവം. സ്വർഗീയ സിംഹാസനത്തിൽ വസിക്കുന്ന ദൈവമേ, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ ദൈവം. മറ്റാരിലും എനിക്ക് ആശ്രയം വയ്ക്കാനില്ല, മറ്റാരിലും എനിക്ക് ആശ്രയിക്കാനില്ല, പ്രത്യാശ വയ്ക്കാനില്ല. ദൈവമേ, മറ്റാരേക്കാൾ ഈശോയെ ഭൂമിയിലുള്ള സഹോദരങ്ങൾ, ഭൂമിയിലുള്ള മനുഷ്യരെക്കാൾ പൂർണ്ണമായിട്ടും നിന്നെ ഞാൻ ആശ്രയിക്കുന്നു, നിന്നെ ഞാൻ ആരാധിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ രക്ഷകനായി, നാഥനായി നിന്നെ ഞാൻ ഏറ്റുപറയുന്നു. ദൈവമേ, നീയാണ് എൻ്റെ ദൈവം, നീയാണ് എൻ്റെ ദൈവം. ഇസ്രായേൽ ജനത്തെ മരുഭൂമിയിലൂടെ നയിച്ച ദൈവമേ, നീയാണ് എൻ്റെ ദൈവം. ഇന്നും ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ കടന്നു വരുന്ന ദൈവമേ, നീയാണ് എൻ്റെ ദൈവം. എല്ലാ സക്കാരികളിലും, ലോകമെങ്ങുമുള്ള സക്കാരികളിൽ വസിക്കുന്ന ദൈവമേ, നീയാണ് എൻ്റെ ദൈവം. ഒരിക്കൽ കൂടി നമുക്ക് പിതാവായ ദൈവത്തെ സ്നേഹത്തോടെ പാടി ആരാധിക്കാം. മഹിമയിൻ പ്രഭുതാ
തവണ പാപത്തിൽ വീഴാതെ അപകടങ്ങളിൽ പെട്ടുപോകാതെ കർത്താവ് എന്നെ തൻ്റെ ചിറകിൻ്റെ കീഴിൽ സംരക്ഷിച്ച അനുഭവങ്ങൾ, തൻ്റെ ചിറകിൻ്റെ കീഴിൽ അഭയം നൽകിയ അനുഭവങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട്. എല്ലാറ്റിനെ ഓർത്ത് കർത്താവിന് നന്ദി പറയാം. തിന്മയിൽ വീണ് പോകാതെ, സാത്താൻ്റെ തന്ത്രങ്ങളിൽ വീണ് പോകാതെ സംരക്ഷിച്ച നിമിഷങ്ങൾ, പ്രലോഭനങ്ങളിൽ വീണ് പോകാതെ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ ശക്തി തന്ന നിമിഷങ്ങൾ, എല്ലാറ്റിനെ ഓർത്ത്, കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത്, ഭാവി ജീവിതത്തിൽ അസ്വസ്ഥതകളും ആകുലതകളും ഒക്കെ ഏറുമ്പോൾ ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തിയ നിമിഷങ്ങൾ, എല്ലാറ്റിനെയും ഓർത്ത് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട് ഇന്നോളം കർത്താവ് വഴി നടത്തിയ എല്ലാ വഴികളെ ഓർത്ത്, കർത്താവ് വഴി നടത്തിയ എല്ലാ അനുഭവങ്ങളെ ഓർത്ത്, സാഹചര്യങ്ങളെ ഓർത്ത്, വ്യത്യസ്തമായ എല്ലാ അനുഭവങ്ങളെ ഓർത്ത് 2020 നമ്മളിൽ നിന്നും യാത്രയാകുമ്പോൾ എത്രയോ അനുഗ്രഹങ്ങളാണ് കഴിഞ്ഞ നാളുകളിലൊക്കെ കർത്താവ് നൽകിയത്. എല്ലാറ്റിനെ ഓർത്ത് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി സർവശക്തിയോടെ, വലിയ സ്നേഹത്തോടെ, വിശ്വാസത്തോടു കൂടെ നമുക്ക് കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കുവിൻ. തീഷ്ണതയിൽ മാന്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരായി കർത്താവിനെ ശുശ്രൂഷിക്കണം. ഏലിയ പ്രവാചകൻ, പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഏലിയ പ്രവാചകൻ കർത്താവിൻ്റെ മലയായ 40 രാവും 40 പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറബിലെത്തി. ഇതാ അവിടെ ഗുഹയിൽ വസിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരിക്കൽ കർത്താവിൻ്റെ സ്വരം അവൻ ശ്രവിച്ചു. ഏലിയ, നീ ഇവിടെ എന്തു ചെയ്യുകയാണ്? നീ ഇവിടെ എന്തു ചെയ്യുകയാണ്? ഏലിയ ഉത്തരം പറഞ്ഞു, സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതിയുള്ള തീഷ്ണതയാൽ ഞാൻ ജ്വലിക്കുകയാണ്. തീഷ്ണതയാൽ ജ്വലിക്കുന്ന ഹൃദയം എനിക്കും തരണമേ. ഈ തിരുമണിക്കൂറിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രം, തീഷ്ണതയാൽ ജ്വലിക്കുന്ന ഹൃദയം എനിക്ക് തരണമേ. കർത്താവിനെ പ്രതി, ദൈവമായ കർത്താവിനെ പ്രതി തീഷ്ണതയാൽ ജ്വലിക്കുന്ന ഹൃദയം എനിക്ക് തരണമേ. ജീവിതയാത്രയിൽ നഷ്ടപ്പെട്ടു പോയ തീഷ്ണത, ആദ്യമുണ്ടായിരുന്ന സ്നേഹം, ആദ്യമുണ്ടായിരുന്ന പ്രാർത്ഥന ഇന്ന് നഷ്ടപ്പെട്ടു പോയി. തീഷ്ണത ഇന്ന് നഷ്ടപ്പെട്ടു പോയി. തീഷ്ണതയിൽ മാന്ദ്യം സംഭവിച്ചു. കുടുംബത്തിൽ പ്രാർത്ഥനയില്ലാതായി. വ്യക്തി ജീവിതത്തിൽ ഒരുപാട് തവണ, ഒരുപാട് മണിക്കൂറുകളിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ന് ഒരു നിമിഷം പോലും കർത്താവിനെ ഓർക്കാൻ, കർത്താവിൻ്റെ സ്നേഹം ഓർക്കാൻ, ഈശോയുടെ സന്നിധിയിൽ ഒന്നിരിക്കുവാൻ സമയം കണ്ടെത്താതെ ലോകത്തിൻ്റെ വ്യഗ്രതകളിൽ മാത്രം മുഴുകി ജീവിക്കുന്ന അനുഭവങ്ങൾ, എല്ലാറ്റിനെയും ഓർത്ത് നമുക്ക് ഈ നിമിഷങ്ങളിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കാം. ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വന്നപ്പോൾ, പ്രതീക്ഷിക്കാത്ത അനുഭവങ്ങൾ കടന്നു വന്നപ്പോൾ കർത്താവിനെ തള്ളിപ്പറഞ്ഞ അനുഭവങ്ങൾ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൽ വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഉലയിൽ സ്വർണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് ദഹനബലിയായി സ്വീകരിച്ചു. അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിക്കും. വൈക്കോലിൽ തീപ്പൊരി എന്ന പോലെ അവർ കത്തിപ്പടരും. ജീവിതത്തിലെ സഹനങ്ങൾ കർത്താവ് അനുവദിക്കുന്നത് കൂടുതൽ പ്രകാശമുള്ളതായ എൻ്റെ ജീവിതം മാറുവാനാണ്. അങ്ങനെ വൈക്കോലിൽ
തീപ്പൊരിയുന്ന പോലെ കത്തിപ്പടരുവാൻ, ലോകം മുഴുവൻ കത്തി പ്രശോഭിക്കുന്നതായി കത്തിപ്പടരുന്ന ജീവിതമായി എൻ്റെ ജീവിതം മാറണം. വൈക്കോലിന് തീ പിടിക്കുമ്പോൾ എത്രയോ പെട്ടെന്നാണ് അത് കത്തിപ്പടരുക. അതുപോലെ ജീവിതത്തിൽ തീ പിടിക്കുന്നത് പോലെ ഒരനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ ഏലിയ പ്രവാചകൻ ഇതാ കൂടുതൽ ശക്തി പ്രാപിച്ചപ്പോൾ, കർത്താവിൻ്റെ വലിയ ശക്തി അവൻ്റെ മേൽ വന്നു നിറഞ്ഞപ്പോൾ വലിയ ശക്തിയോടുകൂടെ ജീവിതത്തിൽ മുന്നോട്ട് നീങ്ങുകയാണ്. വലിയ തീഷ്ണതയാൽ അവൻ ജ്വലിക്കുകയാണ്. തൻ്റെ ഇസ്രായേൽ മക്കൾ വഴിതെറ്റി പോകുമ്പോൾ, കണ്ണുനീരിന്റെ അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോൾ ഇതാ ശക്തനായ പ്രവാചകൻ ഏലിയ പ്രവാചകൻ അവരെ ധൈര്യപ്പെടുത്തുവാൻ, ശക്തിപ്പെടുത്തുവാൻ മുന്നോട്ട് വരികയാണ്. ഈ പ്രവാചകന്മാരിലേക്ക് ഉണ്ടായിരുന്ന തീഷ്ണത എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ നിറച്ചു തരണമേ. ലോകം മുഴുവനും രോഗത്താൽ സങ്കടപ്പെടുമ്പോൾ, ക്ലേശത്താൽ വേദനിക്കുമ്പോൾ, പലതരത്തിൽ അസ്വസ്ഥപ്പെടുമ്പോൾ, ലോകത്തിൻ്റെ മുൻപിൽ കർത്താവും രക്ഷകനുമായ നാഥനെ ഏറ്റുപറയുവാൻ, ഈ ദൈവത്തെ ഏറ്റുപറയുവാൻ, കർത്താവിൻ്റെ സ്വരമായി ഭൂമിയിൽ മാറുവാൻ, കർത്താവിൻ്റെ കരവും പാദങ്ങളുമായി എൻ്റെ കരങ്ങളും പാദങ്ങളും മാറുവാൻ, എൻ്റെ സ്വരം കർത്താവിൻ്റെ സ്വരമായിട്ട് മാറുവാൻ, തിന്മയ്ക്കെതിരെ ധീരതയോടുകൂടെ തെറ്റാണെന്ന് ഏറ്റു പറയുവാൻ, അനീതിക്കെതിരെ പോരാടുവാൻ, തിന്മയ്ക്കെതിരെ പോരാടുവാൻ, നന്മയ്ക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന ജീവിതം പ്രവാചകന്മാർ ചെയ്തതുപോലെ അനീതിക്കെതിരെ സ്വരം ഉയർത്തുവാൻ കർത്താവേ ഞങ്ങൾക്ക് ബലം നൽകണമേ, ഞങ്ങൾക്ക് ധൈര്യം തരണമേ. മരണത്തിൻ്റെ മുൻപിലും ധൈര്യത്തോടെ ധീരതയോടുകൂടെ, രക്തസാക്ഷികളൊക്കെ ധീരതയോടുകൂടെ കർത്താവിനെ ഏറ്റുപറഞ്ഞ് മരണം ഭരിച്ചതുപോലെ മരണത്തിൻ്റെ മുൻപിലും വാളിൻ്റെ മുൻപിലും കർത്താവാണ് രക്ഷകനെന്ന് ഏറ്റു പറയുവാൻ തക്ക വിശ്വാസം എല്ലാ ക്രൈസ്തവ മക്കൾക്കും തരണമേ എന്ന് ഇപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യ നാളുകളിലൊക്കെ ഭജന പ്രഘോഷണ മേഖലകളിൽ കൂടുതൽ തീഷ്ണതയോടെ എരിവോടെ കർത്താവിനെ പ്രഘോഷിച്ച മക്കൾ ഇന്ന് പ്രഘോഷിക്കാതെ, കർത്താവിനെ മഹത്വപ്പെടുത്താതെ ലോകത്തിൻ്റെതായ വ്യഗ്രതകളിൽ മുഴുകി, അലസതയിലൊക്കെ മുഴുകി കർത്താവിനെ മറന്ന് ജീവിക്കുന്നവർ അനേകരുണ്ടല്ലോ. അവർക്ക് വേണ്ടിയെല്ലാം ദൈവസന്നിധിയിൽ നമുക്ക് കരങ്ങൾ ഉയർത്താം, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ലോകത്തിൽ വേദനിക്കുന്നവരുടെ മേൽ, ലോകത്തിൽ തീഷ്ണത നഷ്ടപ്പെട്ടു പോയവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിലും വന്നുപോയ പാളിച്ചകൾ, പ്രാർത്ഥനയിൽ വന്നുപോയ കുറവുകൾ, ആത്മീയ ജീവിതത്തിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാതിരുന്ന നിമിഷങ്ങൾ, ഭൗതിക ജീവിതത്തിൽ മാത്രം ശ്രദ്ധ പതിപ്പിച്ച നിമിഷങ്ങൾ, എൻ്റെ മക്കളും എൻ്റെ ജോലി മേഖലകളും എൻ്റെ കുടുംബം, എൻ്റെ ആരോഗ്യം, എൻ്റെ സമ്പത്ത്, എൻ്റെ സ്ഥാനമാനങ്ങൾ, ഇതിൽ മാത്രം ശ്രദ്ധ ചെലുത്തിയ നിമിഷങ്ങൾ എല്ലാറ്റിനെയും ഓർത്ത് ഹൃദയം തുറന്ന് മാപ്പ് ചോദിക്കാം. ഈ ലോകത്തിൽ വേദനിക്കുന്നവർക്ക് വേണ്ടി, പാപത്തിൽ മുഴുകുന്ന മക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ കർത്താവെ കണ്ണുനീരിൻ്റെ വരം ഞങ്ങൾക്ക് തരണമേ. നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ ആത്മഭാരം ഞങ്ങൾക്ക് ഈ നിമിഷങ്ങളിൽ തരണമേ എന്ന് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കാം. എൻ്റെ കുടുംബത്തിന് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാതെ ലോകത്തിന് മുഴുവൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളാക്കി മാറ്റണമേ. തീഷ്ണത തരണമേ. കത്തി ജ്വലിക്കുവാൻ, ലോകം മുഴുവൻ കത്തി ജ്വലിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ. വൈക്കോലിൽ തീ പടരുമ്പോൾ കത്തി പടരുന്നത് പോലെ ഞങ്ങളുടെ ജീവിതത്തിനും ഇപ്പോൾ തന്നെ തീഷ്ണത തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തി ആഗ്രഹത്തോടെ ആത്മാക്കൾക്ക് വേണ്ടി ഓടി നടക്കുവാനുള്ള വലിയ തീഷ്ണത എൻ്റെ ഉള്ളിൽ നിറയ്ക്കണമേ. ലോകത്തിൻ്റെ എവിടെയും പോകുവാൻ, ലോകത്തിൽ എവിടെയും പോകുവാൻ, കർത്താവാണ് ക്രിസ്തു എന്ന് ഏറ്റു പറയുവാൻ കർത്താവെ എൻ്റെ സ്വരത്തെ അഭിഷേകം ചെയ്യണമേ, എൻ്റെ ഹൃദയത്തെ അഭിഷേകം ചെയ്യണമേ. ഇപ്പോൾ തന്നെ തീഷ്ണത തരണമേ എന്ന് പ്രാർത്ഥിച്ച് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സർവ്വശക്തിയോടെ ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും സ്വരം ഉയർത്തിക്കൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 യേശുവേ ആരാധിക്കുന്ന ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധിക്കുന്ന ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധിക്കുന്ന ആരാധന, യേശുവേ ആരാധന, പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുമ്പോൾ ആത്മാക്കൾക്കുള്ള വലിയ ദാഹം ഞങ്ങളിൽ നിറച്ചു തരണമേ എന്ന ദാഹത്തോടെ പ്രാർത്ഥിക്കാം.
പ്രസംഗിക്കുവാൻ, ഓടി നടന്ന് വചനം കൊടുക്കുവാൻ, വചനത്തിന്റെ വിത്ത് ലോകം മുഴുവൻ പാകുവാൻ ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവായ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ വന്ന് നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തി ഇപ്പോൾ എല്ലാ ഹൃദയങ്ങളിലും നിറയട്ടെ. ആഗ്രഹത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം. എന്തും വേണ്ട എന്ന് വയ്ക്കുവാൻ എല്ലാം എടുത്തുകൊള്ളുക, സർവ്വതും എടുത്തുകൊള്ളുക, ആത്മാക്കളെ തരിക എന്ന് പറയുവാൻ വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ചതുപോലെ ആത്മാക്കളെ തരിക, സർവ്വതും എടുത്തുകൊള്ളുക. യേശുവേ, ജീവിതത്തിൽ സമ്പത്തും ആരോഗ്യവും കഴിവും എൻ്റെ അറിവുകളും ഒന്നും എനിക്ക് വേണ്ട. ആത്മാക്കളെ നേടണം, എനിക്ക് ആത്മാക്കളെ നേടണം. സ്വർഗത്തിന് അനേകം ആത്മാക്കളെ, ഈശോയെ നിന്നെ പ്രതി അനേകം ആത്മാക്കളെ നേടണം. അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം. ആത്മാക്കളെ നേടുവാനുള്ള വലിയ ദാഹം എല്ലാ ഹൃദയങ്ങളിലും ഇപ്പോൾ തന്നെ നിറയ്ക്കണമേ എന്ന് ദാഹത്തോടെ പ്രാർത്ഥിക്കാം. വിശ്വാസം വളരാൻ കൃപ നീ ചൊരിയണമേ. പീഡനമേൽക്കും ദേശങ്ങളിൽ നിന്റെ വിശ്വാസം വളരാൻ കൃപ നീ ചൊരിയണമേ. അഭിഷേകം നീ പകരണമേ പരിശുദ്ധാത്മാവേ. അഭിഷേകം നീ പകരണമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നെ ഒരുക്കണമേ. ആത്മാവേ എന്നെ അയക്കണമേ. ആത്മാവേ എന്നെ ഒരുക്കണമേ. ആത്മാവേ എന്നെ അയക്കണമേ. ആത്മാവേ എന്നെ അയക്കണമേ. നിൻ വചനം ഘോഷിക്കാൻ. ആത്മാവേ എന്നെ അയക്കണമേ. നിൻ നാമം കീർത്തിക്കാൻ. ലോകത്തിൻ്റെ അതിർത്തികളോട് നാമം ഘോഷിക്കാൻ. ലോകത്തിൻ്റെ അതിർത്തികളോട് നാമം ഘോഷിക്കാൻ. ആത്മാവേ എന്നെ ഒരുക്കണമേ. ആത്മാവേ എന്നെ അയക്കണമേ. 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 പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവ് ഇപ്പോൾ എല്ലാ ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായിലും ജെറുസലേമിലും ലോകം മുഴുവനിലും സമറിയായിലും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കും. സാക്ഷികളാക്കി മാറ്റണമേ. ലോകം മുഴുവനും ക്രിസ്തുവിന്റെ സാക്ഷ്യമാക്കി, ക്രിസ്തുവിന്റെ സ്വരം മാറ്റി ഞങ്ങളെ മാറ്റണമേ എന്ന് ഹൃദയം തുറന്ന് ചങ്കു തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടെങ്കിൽ മാത്രമേ ലോകത്തിലേക്ക് ധൈര്യത്തോടെ ഇറങ്ങുവാൻ, ലോകത്തിൽ സാക്ഷ്യം വഹിക്കുവാൻ സാധിക്കുകയുള്ളൂ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ വന്ന് നിറയണമേ, ഇപ്പോൾ വന്ന് നിറയണമേ.
ജോർദാൻ നദിയിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവേ, ഈശോയിൽ വന്നു നിറഞ്ഞ പരിശുദ്ധാത്മാവേ, സ്ത്രീഹന്മാരെ ധൈര്യപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, പ്രവാചകന്മാരിലൊക്കെ കത്തിപ്പടർന്ന പരിശുദ്ധാത്മാവേ, രാജാക്കന്മാരിൽ ദാവീദ് രാജ്യവല്ലും ഏലീശയിലും സാംസണിലും ദാനിയേലിലും ഒക്കെ നിറഞ്ഞു നിന്ന പരിശുദ്ധാത്മാവേ, ആദിയിൽ ആഴിക്കുമേൽ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവേ, ഈശോയുടെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവേ, ഇപ്പോൾ തന്നെ ഞങ്ങളിൽ വന്നു നിറയണമേ. പ്രപഞ്ചത്തിന്റെ മീതെ ചലിച്ചുകൊണ്ടിരുന്ന പരിശുദ്ധാത്മാവേ, സ്ലീഹന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ, എല്ലാ കാര്യങ്ങളും ഞങ്ങളെ പഠിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, പാപബോധം ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളിൽ വന്നു നിറയണമേ. നീതിബോധം നൽകുന്ന പരിശുദ്ധാത്മാവേ, ന്യായവിധിയെക്കുറിച്ച് ഞങ്ങൾക്ക് ബോധ്യം നൽകുന്ന പരിശുദ്ധാത്മാവേ, ദൈവവചനം ഞങ്ങളെ അനുസ്മരിപ്പിക്കുന്ന പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ കത്തിപ്പടരണമേ. ശിരസ് മുതൽ ഇപ്പോൾ വന്നു നിറയണമേ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ ഹൃദയങ്ങളിലും എല്ലാ ജീവിതങ്ങളിലും ഇപ്പോൾ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. ആഗ്രഹിക്കുന്ന മക്കളെല്ലാവരും കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവിന്റെ വലിയ ആവാസം വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും കുടുംബാംഗങ്ങളിലും എല്ലാവരിലും ഇപ്പോൾ കത്തിപ്പടരുന്നത് ലോകം മുഴുവനിലും എല്ലാ ക്രൈസ്തവ മക്കളിലും തിരുസഭയിലും പരിശുദ്ധാത്മാവിന്റെ വലിയ ആവാസം വന്നു നിറയുന്നത് കണ്ടുകൊണ്ട് വലിയ ആഗ്രഹത്തോടെ സ്ത്രീഹന്മാർ എത്രയോ തീഷ്ണതയോടെയാണ് ദാഹത്തോടു കൂടിയാണോ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോടെ സെഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചത്. പരിശുദ്ധാത്മാവിന്റെ നിറവിന് വേണ്ടി അത്രമാത്രം തീഷ്ണതയോടെ ദാഹത്തോടുകൂടെ നമുക്ക് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പരിശുദ്ധാത്മാവെ വന്ന് നിറയണമേ എന്ന പ്രാർത്ഥനയോടെ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ ആരാധിക്കുന്ന ദിവ്യകാരുണ്യനാഥന്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുമ്പോൾ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നതിന് പകരം ക്രിസ്തുവിനെ മറന്ന് ഈശോയെ തള്ളിപ്പറയുന്നവർ സഭയിൽ നിന്നുകൊണ്ട് തന്നെ സഭയ്ക്കെതിരെ ദുഷിച്ച് പറയുകയും പരിഹസിക്കുകയും സഭയെ നിന്ദിക്കുകയും കളിയാക്കുകയും സഭാ മത നേതാക്കന്മാരെ ബഹുമാനിക്കാതിരിക്കുകയും അവരെക്കുറിച്ച് അസഭ്യം പറയുകയും ചെയ്യുന്ന എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വിശ്വാസം നഷ്ടപ്പെട്ടു പോയവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ലോകം മുഴുവനുമുള്ള മക്കൾ, ഈശോയെ ഇന്നും അറിയാത്തവർ, യേശുവിനെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത അനേകം മക്കളുണ്ടല്ലോ ഈ ലോകത്തിൽ. എല്ലാവരും യേശുവിനെ അറിയണം, യേശുവിനെ അറിയണം, യേശുവിനെ രക്ഷകനാഥനുമായി ഹൃദയത്തിൽ സ്വീകരിക്കണം, ജീവിതത്തിൽ സ്വീകരിക്കണം. നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. എല്ലാ അവിശ്വാസികളായ മക്കളുടെ മേൽ കരുണയായിരിക്കണമേ. കരുണയുടെ നൊവേന 4ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുമുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയും, എല്ലാ നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ കൃപ തരണമേ. പ്രത്യേകിച്ചും ക്രിസ്തുവിനെ അറിയാത്തവർക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുവാൻ, അവരുടെ മുൻപിലൊക്കെ ക്രിസ്തുവിനെ പ്രഘോഷിക്കുവാൻ കൃപ തരണമേ. എല്ലാ അവിശ്വാസികളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഏറ്റുചൊല്ലിക്കൊണ്ട് പ്രാർത്ഥിക്കാം.
നല്ല ഈശോയെ, നല്ല ഈശോയെ, എന്റെ ഈശോയെ, എന്റെ ഈശോയെ, അങ്ങാകുന്നു ലോകം മുഴുവന്റെയും പ്രകാശം. ദയാനിർഭരമായ കരുണ നിറഞ്ഞ അങ്ങയുടെ ഹൃദയത്തിൽ അവിശ്വാസികളുടെയും അങ്ങേ അറിയാത്തവരുടെയും ആത്മാക്കളെ സ്വീകരിക്കണമേ. അങ്ങയുടെ കൃപാകിരണങ്ങൾ അവരെ പ്രകാശിപ്പിക്കുകയും അങ്ങനെ മഹനീയമായ അങ്ങയുടെ കരുണയെ അവർ വാഴ്ത്താൻ ഇടയാവുകയും ചെയ്യട്ടെ. കരുണാസമ്പന്നമായ അങ്ങയുടെ ഹൃദയത്തിൽ നിന്ന് അകന്നു പോകുവാൻ അവരെ അങ്ങ് അനുവദിക്കരുതേ. നിത്യനായ പിതാവേ, അങ്ങയിൽ വിശ്വസിക്കാത്തവരും അങ്ങയെ അറിയാത്തവരും ആണെങ്കിലും ഈശോയുടെ ദയ നിറഞ്ഞ ഹൃദയത്തിൽ സ്ഥാനം ലഭിച്ചിരിക്കുന്ന ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാ കടാക്ഷം ഉണ്ടാകണമേ. സുവിശേഷ വെളിച്ചത്തിലേക്ക് അവരെ ആനയിക്കണമേ. അങ്ങയെ സ്നേഹിക്കുക എത്ര ആനന്ദപ്രദമായ അനുഭവമാണെന്ന് ഈ ആത്മാക്കൾ അറിയട്ടെ. അങ്ങയുടെ കരുണയുടെ സമൃദ്ധിയെ പുകഴ്ത്തുവാൻ എല്ലാവർക്കും വരം നൽകണമേ, എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകാർ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, അബ്രാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, അതിലെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമേ. ഇനി കരുണയുടെ ജപമാല ചൊല്ലുവാൻ കരങ്ങളിൽ ജപമാല എടുത്ത് ജപമാല ചൊല്ലുവാൻ നമ്മൾ ഒരുങ്ങുമ്പോൾ എല്ലാ വിശ്വാസികളെയും കർത്താവിനെ ഇന്നോളം കേട്ടിട്ടില്ലാത്തവർ, കർത്താവിനെ അറിയാത്തവർ, ഈശോയെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവരും ഈശോയെ അറിയാത്തവരുമായിട്ടുള്ള ലോകം മുഴുവനുമുള്ള എല്ലാ മക്കളെയും, പ്രത്യേകിച്ച് എല്ലാ ക്രൈസ്തവ വിശ്വാസികളെയും, പ്രത്യേകിച്ച് പ്രാർത്ഥനയില്ലാതെ മന്ദോഷണരായിട്ട് ജീവിക്കുന്നവർ, തീഷ്ണതയിൽ മാന്ദ്യം സംഭവിച്ചിട്ടുള്ള എല്ലാ മക്കളെയും വിശ്വാസത്തോടു കൂടെ ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നിമിഷങ്ങളിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. കർത്താവെ, എല്ലാ മക്കളുടെ മേലും കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് ഈ കരുണയുടെ ജപമാല നമുക്ക് വിശ്വാസത്തോടു കൂടി ചൊല്ലി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അതിനു വേണ്ടി ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം ഉറക്കെ ഏറ്റുപറയാം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളങ്ങളിൽ നിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും
ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. 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 നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ 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 പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേക്ക് ഏറ്റവും വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാസഹനത്തെക്കുറിച്ച്
പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ 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 പീഡാസഹനത്തെക്കുറിച്ച് ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ഭഗവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ഭക്തനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ. ഒരിക്കൽ കൂടി എല്ലാ വിശ്വാസികളെയും ഈശോയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത മക്കളെയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിൽ സമർപ്പിക്കാം. ഒപ്പം തന്നെ ലോകം മുഴുവനുമുള്ള എല്ലാ രോഗികളെയും നമ്മുടെ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ വലിയ കരുണയ്ക്കായി കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വിശ്വാസത്തോടെ സമർപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹത്തോടെ വിശ്വാസത്തോടെ സ്വരം ഉയർത്തിക്കൊണ്ട് മറ്റാരെയും ശ്രദ്ധിക്കാതെ, എൻ്റെ അടുത്തുള്ളവരെയോ ഒന്നും ശ്രദ്ധിക്കാതെ നമുക്ക് വലിയ സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധിക്കുന്ന ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. ദൈവകരുണയുടെ ലുത്തിനിയെ ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ സാധിക്കുന്നവരെല്ലാം മുട്ടിന്മേൽ നമുക്ക് ആയിരിക്കാം. സാധിക്കുന്നവർ മാത്രം മുട്ടിന്മേലായിരിക്കുന്നു. നമുക്ക് ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന ഞങ്ങളെ കൈക്കൊള്ളണമേ. അനുഗ്രഹിക്കണമേ എന്ന് ചൊല്ലാം. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പുത്രനായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇനിയുള്ള പ്രാർത്ഥനകൾക്ക് ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. സ്രഷ്ടാവിന്റെ ഏറ്റവും വലിയ വിശേഷണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ ശരണപ്പെടുന്നു. പരിശുദ്ധാത്മാവിന്റെ അളവില്ലാത്ത സ്നേഹമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ ത്രിത്വത്തിന്റെ അഗ്രാഹ്യ രഹസ്യമായ ദൈവകാരുണ്യമേ, ശരണപ്പെടുന്നു. അത്യുന്നതന്റെ സർവശക്തിയുടെ പ്രകടനമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അമാനുഷ്യ സൃഷ്ടികളിൽ വെളിപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഇല്ലായ്മയിൽ നിന്നും ഞങ്ങളെ വിളിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രപഞ്ചത്തെ മുഴുവൻ ചൂഴ്ന്നു നിൽക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളിൽ അമർത്യത വിതയ്ക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അർഹിക്കുന്ന ശിക്ഷയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പാപത്തിന്റെ ദുരിതത്തിൽ നിന്നും ഞങ്ങളെ ഉയർത്തുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. സൃഷ്ടലോകത്തിൽ ഞങ്ങളുടെ നീതീകരണമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ മുറിവുകളിൽ നിന്നും ഒഴുകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. യേശുവിന്റെ പരിശുദ്ധ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരുണയുടെ മാതാവായ കന്യകാമറിയത്തെ ഞങ്ങൾക്ക് തന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ദൈവിക രഹസ്യങ്ങളുടെ വെളിപ്പെടുത്തലിൽ പ്രകാശിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ണുകൾ തുറന്ന് ഈശോയെ നോക്കിക്കൊണ്ട് സ്നേഹത്തോടെ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്ന ക്ഷീണമെല്ലാം മറന്നുകൊണ്ട് കർത്താവിനെ സ്തുതിക്കാം. യേശുവെ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധിക്കുന്ന ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവെ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
സാർവത്രിക സഭയുടെ സ്ഥാപനത്തിൽ പ്രകടമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കായി നൽകിയ ജ്ഞാനസ്നാനത്തിന്റെയും കുംഭസാരത്തിന്റെയും കൂദാശകളിൽ അടങ്ങിയിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പരിശുദ്ധ കുർബാനയിലും പൗരോഹിത്യത്തിലും പ്രദാനം ചെയ്യപ്പെട്ടിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഞങ്ങളെ ക്ഷണിച്ച ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നീതിമാന്മാരുടെ വിശുദ്ധീകരണത്തിന് പ്രകടിതമായിരിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വിശുദ്ധരെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ സഹായിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. രോഗികളുടെയും സഹിക്കുന്നവരുടെയും ആരോഗ്യപാത്രമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. വേദനിക്കുന്നവരുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നിരാശയിൽ വേദനിക്കുന്ന ആത്മാക്കളുടെ പ്രതീക്ഷയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാവരെയും എപ്പോഴും എവിടെയും അനുഗമിക്കുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. പ്രസാദവരങ്ങളാൽ മുന്നാസ്വാദനം നൽകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. മരിക്കുന്നവരുടെ ആശ്വാസമാകുന്ന ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കളുടെ ആശ്വാസമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അനുഗ്രഹീതരുടെ സ്വർഗീയ ആനന്ദമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. എല്ലാ വിശുദ്ധരുടെയും കിരീടമായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. കർത്താവിനെ ഒരിക്കൽ കൂടി അനുഗ്രഹങ്ങളുടെ അത്ഭുതങ്ങളുടെ വറ്റാത്ത ഉറവയായ ദൈവകാരുണ്യത്തെ കരങ്ങളുയർത്തിക്കൊണ്ട് ക്ഷീണം മറന്ന് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എന്ത് അവസ്ഥയാണോ, സഹനങ്ങളും ജീവിതത്തിൻ്റെ തകർച്ചകളും രോഗങ്ങളും നമ്മെ അലട്ടുന്ന എല്ലാ കാര്യങ്ങളെയും ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക്, കാരുണ്യം വർഷിക്കുന്ന ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് സ്നേഹത്തോടെ സമർപ്പിച്ച് ഒരിക്കൽ കൂടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന ആരാധന, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്നുള്ള പ്രാർത്ഥനകൾക്ക് കർത്താവേ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ എന്ന് ഏറ്റുചൊല്ലാം. കുരിശിൽ മരിച്ച് ഞങ്ങളുടെ മേൽ വലിയ കരുണ കാണിച്ച ദൈവത്തിൻ്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. എല്ലാ വിശുദ്ധ ബലികളിലും ഞങ്ങൾക്ക് വേണ്ടി കരുണാപൂർവം സ്വയം സമർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. അളവില്ലാത്ത അങ്ങയുടെ കരുണയിൽ ലോകപാപങ്ങളെല്ലാം നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടേ, കർത്താവേ ഞങ്ങളെ ദയാപൂർവം ശ്രവിക്കണമേ. നമുക്ക് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. കർത്താവേ, 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 കനിയണമേ. കനിയണമേ. മിശിഹായേ, മിശിഹായേ, കനിയണമേ. കനിയണമേ. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവിന്റെയും എല്ലാ സൃഷ്ടികളിലും എല്ലാ സൃഷ്ടികളിലും അവിടുത്തെ മൃദുവായ കരുണ പരന്നിരിക്കുന്നു. കർത്താവിന്റെ കരുണയെ ഞാൻ എന്നും പാടിപ്പുകഴ്ത്തും. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ കരുണ അനന്തവും അങ്ങയുടെ ദയ വറ്റാത്തതുമാകുന്നുവല്ലോ. ദയാപൂർവം ഞങ്ങളെ കടാക്ഷിക്കണമേ. ഞങ്ങളുടെ മേൽ അങ്ങയുടെ കരുണ വർദ്ധിപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ വലിയ പരീക്ഷകളിൽ മനസ്സുമടുക്കാതെ അങ്ങയുടെ തിരുമനസ്സ് തന്നെയായ കാരുണ്യത്തിന് വിധേയരാകട്ടെ. കാരുണ്യത്തിൻ്റെ രാജാവും അങ്ങയോടും പരിശുദ്ധാത്മാവോടും കൂടെ വസിക്കുന്നവനുമായ ഞങ്ങളുടെ കർത്താവായ യേശു ഞങ്ങൾക്ക് കാരുണ്യം പകർന്നു തരട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വരമുയർത്തിക്കൊണ്ട് കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് നിമിഷങ്ങളിൽ ഒരിക്കൽ കൂടി ഉയർത്തിപ്പിടിച്ച് എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുവാനുള്ള വലിയ ഭാഗ്യം കർത്താവ് നമുക്ക് തന്നു. ഈശോയുടെ കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയായിരുന്നു. ആത്മാക്കൾക്ക് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുകയായിരുന്നു. ആത്മാക്കൾക്ക് വേണ്ടിയിട്ടുള്ള വലിയ ദാഹം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിറച്ചു തന്നു എന്ന് പൂർണ്ണമായിട്ട് നമുക്ക് വിശ്വസിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വലിയ ആവാസം, വലിയ നിറവ് നമുക്ക് കർത്താവ് തന്നു. എല്ലാറ്റിനെയും ഓർത്തും എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത് ഹൃദയം തുറന്ന് നന്ദി പറഞ്ഞ് ഒരിക്കൽ കൂടി കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകം മുഴുവനെയും ഉയർത്തിയ കരങ്ങളിൽ നമുക്ക് ചേർത്ത് വയ്ക്കാം. ലോകം മുഴുവനും നഷ്ടപ്പെട്ടു പോകുന്ന ആത്മാക്കൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുവാനുള്ള വലിയ വരം ഞങ്ങൾക്ക് തരണമേ, ആത്മഭാരം ഞങ്ങൾക്ക് തരണമേ എന്ന് ഒരിക്കൽ കൂടി ഹൃദയം തുറന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ദൈവസന്നിധിയിലേക്ക് എല്ലാ പ്രാർത്ഥനകളും ഇപ്പോൾ ഈ നിമിഷങ്ങളിൽ ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒരിക്കൽ കൂടി കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, ആരാധന, ആരാധന. യേശുവേ ആരാധന, ആരാധന, ഹല്ലേലൂയ. യേശുവേ ആരാധന. അഭിഷേകം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവിന്റെ വരങ്ങളും ഫലങ്ങളും ദാനങ്ങളും ഇപ്പോൾ എല്ലാ ജീവിതങ്ങളിലും നിറയട്ടെ. യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, കരുണ, ആത്മസംയമനം ഇപ്പോൾ നിറയട്ടെ. യേശുവേ ആരാധന, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അറിവിന്റെ വരം, ഭാഷാവരം, പ്രവചനവരം ഇപ്പോൾ നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്ന, ആരാധന, ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, എല്ലാ ദാനങ്ങളും കൊണ്ട് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 യേശുവേ ആരാധന, 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 ആരാധന. കരുണ തന്നെയാ ഈശോയെ, കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ചുകൊണ്ട് എല്ലാറ്റിനും നന്ദി പറഞ്ഞ് കരുണ വർഷിക്കുന്നതിന്, സ്നേഹം കൊണ്ട് നിറയ്ക്കുന്നതിന്, സൗഖ്യം കൊണ്ട് നിറയ്ക്കുന്നതിന് നന്ദി പറഞ്ഞ് നമുക്ക് ആരാധിക്കാം. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നന്ദി പറയാം ഈശോയ്ക്ക്. നന്ദി